പട്ടാളക്കാരന്റെ മകൾ NCC-യിലൊക്കെ വലിയ താരം. കുട്ടിക്ക് നല്ല ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? എവിടെ 11 മണി എന്ന് പറയുന്ന സ്ഥലത്ത് 11:30-ക്കെങ്കിലും എത്തിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതൊരു ഇൻബിൽഡ് ഫീച്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പണ്ടൊക്കെ എല്ലാ സ്ഥലത്തും സമയത്തിന് നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എണീറ്റ് ഒരു റഷൊന്നുമില്ലാതെ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ സൗകര്യത്തിന് ആ കംഫർട്ട് സോണിലിരുന്ന് പതുക്കെ റെഡിയായി ആ ഒരു സ്ലോ ലൈഫ്. നാട്ടുകാരിതിനെ ലേസിനെസ് എന്നും പറയും, പക്ഷെ നമ്മൾ നാട്ടുകാർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 8:30, 10:30-ക്കാണ് ട്രെയിൻ. അപ്പൊ നമുക്ക് അത്യാവശ്യം സമയമുണ്ട് റെഡി ആവാനൊക്കെ. ഞാൻ എപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എനിക്ക് ട്രെയിൻ മിസ്സാവും. ഇതെന്റെ 5ാമത്തെ അറ്റംപ്റ്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഞാനാണ് ലേറ്റ് എന്ന്. പക്ഷെ എപ്പോഴും ഞാനല്ല ലേറ്റ്. ഒരു പൊട്ട് വെച്ചാലോ? ഇതിങ്ങനെ ഞാൻ അണിഞ്ഞൊരുങ്ങി കൃത്യസമയത്തിന് തന്നെ റെഡിയായി. പക്ഷെ എന്തു പറ്റി, ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങുന്നതിന് 1 മിനിറ്റ് മുന്നേ എനിക്കൊരു മീറ്റിംഗ് കോൾ വന്നു. എനിക്ക് ആ കോൾ അറ്റൻഡ് ചെയ്ത് അവിടെ 15 മിനിറ്റ് പോയി. അങ്ങനെ എന്തായി, ട്രെയിനും പോയി. ഞാനും ഫ്രണ്ടും ട്രെയിനിൽ കയറി സിറ്റി പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ട്രെയിൻ മിസ്സായത് കൊണ്ട് കാറിൽ തന്നെ സിറ്റി പോയി. അവിടെ പോയിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ച് ഞാൻ വരുന്നില്ല, ഞാൻ ട്രെയിനിൽ വന്നോളാമെന്ന്. എങ്ങനെയായാലും ഇന്ന് ഞാൻ ട്രെയിൻ കയറിയിരിക്കും എന്നുള്ളൊരു വാശിയോടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തി. ഞാൻ ആ കാർഡ് അങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് നോക്കിയത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാഗ്യത്തിനപ്പുറത്തൊരു ചേച്ചി വന്നു. ആ ചേച്ചി ചെയ്യുന്ന കണ്ട് ഞാനിങ്ങനെ സ്ലോട്ടിലിട്ട് നോക്കി. ഒരു ദയം ദാക്ഷിണില്ലാത്ത സാധനം തിരിച്ചിറങ്ങി വന്നു. അതും പെറുക്കി എടുത്തോണ്ട് ഞാൻ സ്ഥലം വിട്ടു. കാരണം മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നേ. 4:25 ട്രെയിനിന് ഞാൻ 4:15 സ്റ്റേഷനിലെത്തി. പക്ഷെ എന്തായി, എപ്പോഴത്തെ പോലെ പിന്നെയും ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റില്ല, ട്രെയിൻ മിസ്സായിരിക്കുന്ന. 4:05 ട്രെയിൻ സ്റ്റാൻഡ് വിട്ടു. എനിക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നിട്ടോ ട്രെയിനിൽ കയറാണല്ലോ യോഗം ഉണ്ടായിട്ടില്ല. എന്താ അല്ലേ, നന്ദനത്തിനകത്ത് ബാലാമണി കൃഷ്ണനെ കാണാൻ പോയ അവസ്ഥയായി. ട്രെയിനിൽ കയറാൻ പറ്റിയില്ല എന്നുള്ളൊരു പരിഭവം ഞാൻ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞപ്പം ഇങ്ങോട്ട് പറയാണ് സമയത്തിനും കാലത്തിനും എണീറ്റ് പോകണമായിരുന്നു. പുച്ഛം മാത്രം. ആ വിഷമം തീർക്കാൻ എന്നോട് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആ ഐസ്ക്രീമിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. വിഷമമുണ്ടോ? ഐസ്ക്രീം തിന്നോണ്ട് കരയാം ഗൈസ്. ഇന്നത്തെ ദിവസം 8 നില പൊട്ടിയല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് തെറ്റി. കാരണം എനിക്കൊരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സീന സൂസ് ആയിരുന്നു. സീന സൂസിന് ജോസ്മൻ പുതിയ പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എരികേറ്റി. സീന സൂസിനും അപ്പം തന്നെ പടത്തിന് പോകണം. അപ്പം ഞങ്ങൾ അങ്ങ് ഇറങ്ങി. ജിതിൻ ജോർജിനൊപ്പം കോ ഡ്രൈവർ സീന സൂസ്, ക്യാമറമാനായി ഞാനും. അങ്ങനെ ഒരു അടിപൊളി സിനിമയും കണ്ടോണ്ട് ചേച്ചി ജോസ്മോനെ തിരിച്ചെരികേറ്റാൻ വേണ്ടി വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സിനിമയൊക്കെ കണ്ട് നട്ടപ്പാതിരക്ക് തിരിച്ച് വീട്ടിൽ കയറി വന്നു. പിന്നെ ആൻമരി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ആൻമരിയുടെ മമ്മി കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ആൻമരിയുടെ മമ്മിക്ക് താങ്ക്സ്. ഏതായാലും ലേറ്റായി. എന്നാൽ പിന്നെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുറച്ച് ഹെയർ കെയറും സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. നാളെ ലീവാണേ. ഹെയർ കെയർ കഴിഞ്ഞു, സ്കിൻ കെയർ കഴിഞ്ഞു, ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇന്നത്തെ ദിവസം ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നിട്ടില്ല. ഒന്നൊന്നല്ല, ചിലതൊക്കെ നടന്നിട്ടില്ല. ട്രെയിൻ കയറാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചെറിയൊരു വിഷമം കൊണ്ട് ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പം കുറച്ച് നല്ല കൂട്ടുകാരോടെ സിനിമയ്ക്ക് പോയി. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ്. സിനിമയ്ക്ക് പോയത് അത്ര വലിയ കാര്യം എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.